Good morning, my dears. നമ്മൾ ഫോർത്ത് സെമസ്റ്റർ ബികോം BBA ക്ലാസ്സുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റുകൾ അതേപോലെ തന്നെ അതിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എന്നുള്ളത് നോക്കാം. ദെൻ കോമൺ പേപ്പറായിട്ടുള്ള ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, EDP, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് റെഗുലേഷൻസ്, സെയിം ടൈം ദെൻ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഇത്രയും പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലൊരു കോമൺ പേപ്പറായിട്ടുള്ള ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, സബ്ജക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നതിൽ രണ്ട് സബ്ജക്റ്റുകളുണ്ട്. ഒന്ന് ബാങ്കിങ് സെക്ടേഴ്സും അതേസമയം തന്നെ ഇൻഷുറൻസും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കോമൺ പേപ്പർ ആയതുകൊണ്ട് BCOMനും BBAക്കും നമുക്കെന്താ വളരെ ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു പേപ്പറാണ് ഇത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിലെ മൊഡ്യൂൾസ് ഒന്ന് പരിചയപ്പെടാം. Module 1, Introduction to Banking. Module 2, Negotiable Instruments. Module 3, E-Banking. And Module 4, Introduction to Insurance. And Module 5, Life Insurance. 5 modules ആണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലുള്ളത്. ദെൻ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ്. ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ് എന്ന് പറയുന്നതിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കറിയാം, ഈ സിലബസ് കണ്ടപ്പോൾ തന്നെ 5 മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മുടെ ഈ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 മൊഡ്യൂൾസും ബാങ്കിങ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും അവസാനത്തെ 2 മൊഡ്യൂളും ഇൻഷുറൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദെൻ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ്, ബാങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ്. മീനിങ്, ഡെഫിനിഷൻ, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, കസ്റ്റമർ ഓഫ് എ ബാങ്ക്, സ്ട്രക്ചർ ഓഫ് എ ബാങ്കിങ് ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ കൺവെൻഷണൽ ആൻഡ് ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്, ദെൻ എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലെ മൊഡ്യൂൾ 2, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള അതായത് ചെക്ക് എന്ന് പറയുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ദെൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്നും ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ടൈപ്സ്, പാർട്ടീസ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ചെക്സ്, ടൈപ്സ് ഓഫ് ചെക്ക്, ക്രോസിംഗ് ഓഫ് ചെക്സ്, ഡ്രാഫ്റ്റ്, ചെക്ക് വേഴ്സ് ഡ്രാഫ്റ്റ്, എൻഡോഴ്സ്മെൻറ്റ്, സിഗ്നിഫിക്കൻസ്, റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ്, ലയബിലിറ്റി ഓഫ് എൻഡോഴ്സർ ആൻഡ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്. ഇത്രയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3ലെ E-Banking, ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് ബാങ്കിങ്. ഇലക്ട്രോണിക് ബാങ്കിങ്ങിൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ്, ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസസ്, EFT ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ NEFT, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്കിങ് ഫൈനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, ചെക്ക്, ATMs, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ടെലി ബാങ്കിങ്. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ 4ലെ ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മൊഡ്യൂൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. അതിൽ സെക്കൻഡ് പാർട്ട് ഇൻഷുറൻസ് ആണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, നീഡ് ഓഫ് ഇൻഷുറൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, ലൈഫ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്, ഫീച്ചേഴ്സ് ലൈഫ് ഇൻഷുറൻസ് വേഴ്സ് ജനറൽ ഇൻഷുറൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5ലെ ലൈഫ് ഇൻഷുറൻസ്, ലോ റിലേറ്റിംഗ് ടു ലൈഫ് ഇൻഷുറൻസ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്, പ്രപ്പോസൽ റിലേറ്റിംഗ് ടു ലൈഫ് ഇൻഷുറൻസ്, അസൈൻമെൻറ്റ് ആൻഡ് നോമിനേഷൻ പ്രോസസ്, ടൈറ്റിൽ, ക്ലെയിംസ്, ജനറൽ ഇൻഷുറൻസ്, ലോ റിലേറ്റിംഗ് ടു ജനറൽ ഇൻഷുറൻസ്, IRDA, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നന്നായിട്ട് ധാരാളം വായിച്ച് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നന്നായി വായിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം, ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കാണ്. അപ്പോൾ ദെൻ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ്, ബാങ്കിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. ദെൻ അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാട്ട് ഈസ് മെൻ ബൈ ബാങ്കിങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ്
It accepts deposit and lend money to those who are in need of it. It helps to transfer money from one place to another. It is difficult to provide a clear-cut definition to bank because it performing a number of functions. Then the first one, bank is a financial institution. Bank is a financial institution which deals with money and credit. പണവും വായ്പയും കൈകാര്യം ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡ് മണി. മെയിൻ ഫങ്ഷൻ ഓഫ് ബാങ്ക്സ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡ് മണി ടു ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഇറ്റ്. ആർക്കാണ് പണം ആവശ്യമുള്ളത് അവരിലേക്ക് ഇത് എത്തിക്കുക എന്ന് പറയുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രൊവൈഡ് എ ക്ലിയർ കട്ട് ഡെഫിനിഷൻ ടു ബാങ്ക് ബിക്കോസ് ഇറ്റ് പെർഫോമിങ് എ നമ്പർ ഓഫ് ഫങ്ഷൻസ്. അതായത് ഒരുപാട് ഫങ്ഷൻസ് എവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബാങ്കിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എന്ന് വളരെ ക്ലിയർ കട്ട് ഒരു ഡെഫിനിഷനിലെ ബാങ്ക് ചെയ്യുന്ന ഫങ്ഷൻസ് മുഴുവനായിട്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്ന് പറയുന്നതാണ് പ്രൈമറി ആയിട്ട് നമുക്കറിയാവുന്ന ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബാങ്ക്. Meaning and definition of bank. The word bank is commonly regarded as or derived from the Italian word banco, which means a bench. ബാങ്കോ എന്ന് പറയുന്ന ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന ടേം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് എ ബെഞ്ച്, ഒരു കൂട്ടം എന്നുള്ള അർത്ഥം വരുന്ന ടേമാണ് ഇത് ബാങ്കോ. ആൻഡ് some writers have asserted that the word bank is derived from the German word that is bank, B-A-N-C-K, bank, which means a heap or mound or joint stock fund. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് ഓഫ് ഫണ്ടാണ് എന്നൊക്കെ പറയുന്ന ബാങ്കോ എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന ടേം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ ഹിസ്റ്ററിയിൽ പറയുന്നത്. നമുക്കറിയാം, അതായത് ആദ്യ കാലഘട്ടങ്ങളിലെ ബാങ്ക് എന്ന് പറയുന്ന ടേം ആരംഭിച്ചിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷൻ എവിടെയാണ് നടന്നിരുന്നത്, മെർച്ചൻസിൻ്റെ ഇടയിലാണ്, കച്ചവടക്കാരുടെ ഇടയിലാണ് ഈ ബാങ്കിങ് ആക്ടിവിറ്റീസ് ആദ്യം നടന്നിരിക്കുന്നത്. മെർച്ചൻസ് ഓഫ് ദ ആൻഷ്യൻ വേൾഡ് ഗ്രാൻഡ് ലോൺസ് ടു ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു ക്യാരിഡ് ഗുഡ്സ് between places can be regarded as the first bankers of the world. ഫസ്റ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലെ ആവശ്യക്കാർക്ക് വായ്പ കൊടുക്കുകയും ലോൺസ് ഓഫ് ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു ക്യാരിഡ് ഗുഡ്സ് ബിറ്റ്വീൻ പ്ലേസ് ക്യാൻ ബി റിഗാർഡ് ആസ് ദ ഫസ്റ്റ് ബാങ്കേഴ്സ് ഓഫ് ദ, അതായത് 2000 BC ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് നമ്മളോട് പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ പോലും ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള മെർച്ചൻസ് ആണ്. പിന്നീട് അത് ഗോൾഡ് സ്മിത്ത്, മണി ലെൻഡേഴ്സ് അവരിലേക്കൊക്കെ ഇത് ബാങ്കിങ് ആക്ടിവിറ്റീസ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അതാണ് ബാങ്കിനെ കുറിച്ച് പറയുന്നത്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ബാങ്ക്? നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ബാങ്ക്. എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദെൻ according to Banking Regulation Act 1949, banking means accepting for the purpose of lending or investment of deposit of money from the public, repayable on demand or otherwise, and withdrawable by check, draft, order or otherwise. ഡെഫിനേഷൻ ഒന്നുകൂടി വായിക്കാം. അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം ബാങ്കിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. പഠിക്കേണ്ട ഡെഫിനേഷനാണ്. ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ്, അതായത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. ബാങ്കിങ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് എന്ന് പറയുന്ന കോമിറ്റ് കൊടുത്തിട്ടുണ്ട്. ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്കിൽ നിന്ന് പണം കടം വാങ്ങുകയും റീപേബിൾ ഓൺ ഡിമാൻഡ്, ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാം എന്നുള്ള കണ്ടീഷൻ മേൽ, ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. അതായത് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. മണി ദാറ്റ് മീൻസ് ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് of deposit of money from the public,
റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആവശ്യപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണോ വെച്ചാൽ അതുപോലെ. ആൻഡ് വിഡ്രോബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ്, സാധാരണ രീതിയിൽ അവർ ആവശ്യപ്പെടുന്ന സമയത്തോ ചെക്കോ ഡ്രാഫ്റ്റോ വേറെ ഏതെങ്കിലും മോഡ് ഓഫ് വിഡ്രോവൽസോ ആവശ്യപ്പെടുന്ന പക്ഷം അവർക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ള കണ്ടീഷനിൽ പബ്ലിക്കിൽ നിന്ന് പണം വാങ്ങിക്കുകയും ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് പണം സ്വരൂപിക്കുന്നത്? മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ വേറെ ഏതെങ്കിലും മേഖലയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ പണം സമാഹരിക്കുകയും. അപ്പോൾ 2 ഫങ്ഷനാണുള്ളത്. ഒന്ന് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഒന്ന് ലെൻഡിങ് മണി. പണം കടം വാങ്ങിക്കുകയും അതേസമയം അത് കൊടുക്കുകയും ചെയ്യാം, വായ്പയായിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി ഫംഗ്ഷനാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, കോമയൊക്കെ ശ്രദ്ധിക്കുക, റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് withdrawable by check, draft, order or otherwise. Then വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ക്രൗദർ, എ ബാങ്കർ ഈസ് എ ഡീലർ ഇൻ ഡെബ്റ്റ്സ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. ബാങ്കർ ഈസ് എ ഡീലർ ഇൻ ഡെബ്റ്റ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. മറ്റുള്ളവർക്ക് വേണ്ടി കടം വാങ്ങുകയോ കടം നൽകുകയോ ചെയ്യുന്ന ഒരു ഡീലിംഗ് ഏജൻസിയാണ് ബാങ്ക് എന്ന് പറയാം. ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ്. പണം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ധനകാര്യ സ്ഥാപനം എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. ധനകാര്യ സ്ഥാപനമാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ ബാങ്ക് ഈസ് എ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ കസ്റ്റഡി ഓഫ് മണി. നമ്മൾ സാധാരണ വാട്ട് ഈസ് മീൻ ബൈ ബാങ്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഈസ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫോർ ദി കസ്റ്റഡി ഓഫ് മണി വിച്ച് ഈസ് പേയ്സ് ഔട്ട് ഓൺ എ കസ്റ്റമർ ഓർഡർ. കസ്റ്റമർ ആവശ്യപ്പെടുന്ന പക്ഷം അവർക്ക് പണം കൊടുക്കാനുള്ള അല്ലെങ്കിൽ പണം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സംരംഭമാണ്, ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഇത് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നത് ഒരുപാട് ബാങ്കുകളെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. നമ്മൾ കാണുന്ന നാഷണലൈസ്ഡ് ബാങ്ക്സ്, അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ബാങ്ക്സിൽ തന്നെ പലതും നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ബാങ്കുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ബാങ്ക് എന്നും അതേപോലെ തന്നെ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ നമ്മൾ പഠിച്ചു വാട്ട് ഈസ് മെൻ ബൈ ബാങ്ക്. ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിനെ ഇങ്ങനെ ഡിഫൈൻ. നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്ക്. അപ്പോൾ നമ്മൾ എന്താണ് ബാങ്ക് എന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്. ദെൻ ഫസ്റ്റ് വൺ ഈസ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദെൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, അഡ്വാൻസിങ് ലോൺസ്, റീപേയ്മെൻറ്റ് ഓഫ് ആക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ്, ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി, capacity to create credit, earning profit, connecting a link, and then one agency and general utility services. Last one is banking business. These are the features of banks. അപ്പം നമ്മളിത് മുൻപ് പഠിച്ചിട്ടുള്ള തന്നെയാണ് എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഫങ്ഷൻസിലെ ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും പണം കടം കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ സാധാരണ ബാങ്ക്സ് എന്ന് പറയാറുള്ളത്. അതേപോലെ തന്നെ ബാങ്കർ ഈസ് എ ഡീലർ ഇൻ ഡെബ്റ്റ്, അതായത് കടങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനത്തെയാണ് നമ്മൾ ബാങ്കർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ബാങ്ക് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് ഡെബ്റ്റ് ആർ വൈഡ്ലി ആക്സെപ്റ്റഡ് ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് അതർ പീപ്പിൾ ഡെബ്റ്റ്സ് ടു ഈച്ച് അതർ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസിൽ ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിൽ കൂടെ ലാസ്റ്റ് ടൈം ഇങ്ങനെയാണ്, ബാങ്ക് ഈസ് എ കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് മേക്സ് അഡ്വാൻസസ് ആൻഡ് ലോൺസ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡെപ്പോസിറ്റ്സ് മൊബിലൈസ് ചെയ്യുകയും അതേസമയം അത് എന്തിനു വേണ്ടി കൊടുക്കുകയും ചെയ്യാം, ലെൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടോ നമ്മൾ കടം കൊടുക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ് ബാങ്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് ഈസ് എ കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് മേക്ക് അഡ്വാൻസസ് ആൻഡ് ലോൺസ് ഫോർ ദി പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പണം സമാഹരിക്കുകയും അത് കടം കൊടുക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബാങ്ക് എന്നുള്ള പേരിൽ പറയുന്നത്.
ഇനി സലൈൻ ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്സിൽ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ്സ് എ കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയാറുള്ളൊരു ടേം തന്നെ. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? സലൈൻ ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്സ്, ബാങ്ക്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദെൻ ഫസ്റ്റ് വൺ ഈസ് എ കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് എന്ന് പറയുന്നത് ഒരു കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ബാങ്ക് ഈസ് എ കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിച്ച് ഡീൽസ് ഇൻ മണി ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാങ്ക് ഈസ് എ കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിച്ച് ഡീൽസ് ഇൻ മണി ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ളൊരു സംരംഭമാണ് ഇത് ബാങ്ക് എന്ന് പറയുന്നത്. ഫോർ ഡീലിംഗ് ദ മണി, പണം കൈകാര്യം ചെയ്യുകയും ആ കൈകാര്യം ചെയ്യുന്നത് വഴി ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ഫംഗ്ഷനാണ് കമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫീച്ചർ ഈസ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. വ്യാവസായികപരമായിട്ടുള്ള വാണിജ്യപരമായിട്ടുള്ള ഒരു സംരംഭമാണ് ഇത്. ദെൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, another feature of commercial bank is to accept deposit. What is meant by accept deposit? One of the essential function of commercial bank to accept deposit from the public. പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് സമ്പാദ്യങ്ങൾ സമാഹരിക്കുക എന്ന് പറയുന്നതാണ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ഓരോ ബാങ്കുകളും പലതരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, റിക്കറിങ് ഡെപ്പോസിറ്റ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ മൊബിലൈസ് ചെയ്യുകയും ഈ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും അത് ഉപയോഗിച്ചിട്ട് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വൺ ഓഫ് ദി ഫംഗ്ഷനാണ് സാധാരണ കമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫീച്ചർ പറയുമ്പോൾ ഫസ്റ്റ് വൺ പറയാം, ഇറ്റ് ഈസ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്, ഒരു കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വൺ ഓഫ് ദി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയാം. രണ്ടാമതായിട്ട് പറയുമ്പോൾ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഈസ് ദ വൺ ഓഫ് ദി അനദർ ഫംഗ്ഷൻ ഓഫ് കമേഴ്സ്യൽ ബാങ്ക്. ദെൻ നെക്സ്റ്റ് വൺ, തേർഡ് വൺ ഈസ് അഡ്വാൻസിങ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദ ബാങ്ക് ക്യാൻ ലെൻഡ് മണി നോട്ട് റിക്വയർഡ് ബൈ ദ ട്രൂ ഓണർ ടു ദോസ് ഹൂ റിക്വയർ ഇറ്റ്. The bank can lend money not required by the true owner to those who require it. അതായത് പണം ആവശ്യമുള്ളവരാരാണോ ആവശ്യക്കാരിലേക്ക് പണം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ടൊരു ഫംഗ്ഷൻ കൂടെ കമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അഡ്വാൻസിങ് ലോൺസ് അഡ്വാൻസ് ചെയ്യുന്നു. ദ ബാങ്ക് ക്യാൻ ലെൻഡ് മണി നോട്ട് റിക്വയർഡ് ബൈ ദ ട്രൂ ഓണർ. ആരുടെ കയ്യിലാണ് പണം വെച്ചാൽ അവരിലേക്കല്ല, ഹൂ റിക്വയർ ഇറ്റ്, ആരാണ് പണം ആവശ്യമുള്ളത് അവരിലേക്ക് പണത്തെ എത്തിച്ചു കൊടുക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് കമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അഡ്വാൻസിങ് ലോൺസ് എന്ന് പറയുന്നതാണ്. ദെൻ ഫോർത്ത് വൺ ഈസ് റീപേയ്മെൻറ്റ് ഓഫ് ആക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ്. ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്റുകൾ റീപേ ചെയ്യാം. റീപേയ്മെൻറ്റ് ഓഫ് ആക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ്. ദെൻ അവിടെ ദ ബാങ്ക് റീപേയ്സ് ആക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ് ടു ദ ഓണർ വെൻ റിക്വയർഡ് ഓർ അതർവൈസ്. അതായത് ഡെപ്പോസിറ്റർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അവരുടെ സമ്പാദ്യങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൂടെ ചെയ്യുന്നുണ്ട്. സോ റീപേയ്മെൻറ്റ് ഓഫ് ആക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ് ഈസ് ദ വൺ ഓഫ് ദി അനദർ ഫംഗ്ഷൻ ഓഫ് കമേഴ്സ്യൽ ബാങ്ക്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി. ബാങ്കുകൾ ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്സ്യൽ ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി ഇൻ ലോൺസ് ആൻഡ് ഡെബ്റ്റ്സ്. അപ്പോൾ എന്താ പറയുക, ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി, കമേഴ്സ്യൽ ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി ഇൻ ലോൺസ് ആൻഡ് ഡെബ്റ്റ്. കണ്ടോ, അതൊരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറിയാണ്, ഒരു ഇൻ്റർമീഡിയറി ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. കമേഴ്സ്യൽ ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി ഇൻ ലോൺസ് ആൻഡ് ഡെബ്റ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് കപ്പാസിറ്റി ടു ക്രിയേറ്റ് ക്രെഡിറ്റ്. Next function, capacity to create credit. Commercial banks have the capacity to create credit in the economy. Credit creation ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. Then commercial banks have the capacity to create credit in the economy. Then next one is earning profit. One of the another feature is earning profit. Along with the rendering service, കമേഴ്സ്യൽ ബാങ്ക്സ് ഏൺ പ്രോഫിറ്റ്. അതായത് അലോങ് വിത്ത് റെൻഡറിങ് സർവീസസ്, സേവനങ്ങൾ ചെയ്യുന്നതിലുപരിയായിട്ട് കമേഴ്സ്യൽ ബാങ്കുകളുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏണിംഗ് പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതും ലെൻഡിങ് മണി എന്നൊക്കെ പറയുന്നത് കമേഴ്സ്യൽ ബാങ്കുകളുടെ ഫംഗ്ഷൻ തന്നെയാണെങ്കിലും ഇതെല്ലാം ചെയ്യുന്നത് ഫോർ ക്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കമേഴ്സ്യൽ ബാങ്ക് ഹാവ് ദ കപ്പാസിറ്റി ടു ക്രിയേറ്റ് ക്രെഡിറ്റ് ഇൻ ദ എക്കോണമി ആൻഡ് ഓൾസോ ഏണിംഗ് പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കണക്റ്റിംഗ് ലിങ്ക്. കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് ആക്ടിങ് ആസ് എ കണക്റ്റിംഗ് ലിങ്ക്.
between borrowers and depositors. ഉണ്ടോ, borrowers and lenders of money. അതായത് പണം കടം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെയും കടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ട് ഏത് പ്രവർത്തിക്കുന്നു, ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. സോ ബാങ്കിന് വൺ ഓഫ് ദി ഫീച്ചർ ഈസ് കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് ആക്ടിങ് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ഓഫ് മണി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. ബാങ്ക് ദെൻ അവിടെ ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസിലെ ബാങ്ക് പ്രൊവൈഡ് വേരിയസ് ഏജൻസി ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ പറഞ്ഞ രണ്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ആസെപ്റ്റ് ആൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്ന് പറയുന്നത് വൺ ഓഫ് ദി അനദർ ഫംഗ്ഷൻ ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. ഒരു കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷനാണ് ആസെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഒരുപാട് ഫങ്ഷൻസ് കൂടി ആര് പെർഫോം ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഫങ്ഷൻസ് ഈസ് ജനറലി കോൾഡ് ആസ് ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഏജൻസി സർവീസസ് മീൻസ് ബാങ്കിങ് ആക്ട് ആസ് ആൻ ഏജൻറ്റ് ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് വേണ്ടി കസ്റ്റമറുടെ പിറകിൽ നിന്നുകൊണ്ട് ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. സോ ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസിലെ ബാങ്ക് പ്രൊവൈഡ്സ് വേരിയസ് ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, പബ്ലിക്കിന് ഒരു യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സർവീസസിനെയാണ് നമ്മൾ എന്താ പറയുക വേരിയസ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ബാങ്കിങ് ബിസിനസ്. ബാങ്കിങ് ബിസിനസ്സിലെ ബാങ്ക് ഈസ് വൺ ഓഫ് ദി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വൺ ഓഫ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് ബാങ്ക് ഈസ് ആസെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. മറ്റുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫങ്ഷനാണ് ബാങ്കുകൾ ചെയ്യുന്നത്. ബാങ്കുകൾ അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് തന്നെയാണ്. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റ്, ഒരു പ്രൈമറി മോട്ടീവ്, പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ആസെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്. അപ്പോൾ എന്താണ് ബാങ്ക് എന്ന് പഠിച്ചു, അതേപോലെ തന്നെ ബാങ്കുകളുടെ ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നതിൽ ബാങ്കിങ് ഈസ് ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം സമാഹരിക്കുകയും അത് ലെൻഡിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. അതേസമയം എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ അവർക്കത് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള കണ്ടീഷൻ മേലാണ് എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുന്നത്. ഇതിന് വളരെ ദി ഫീച്ചേഴ്സ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്കാണ് ലാസ്റ്റ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, അഡ്വാൻസിങ് ലോൺസ്, repayment of accepted deposit, financial intermediary, and capacity to create credit, earning profit, and connecting a link between borrowers and lenders. Then it provides general utility services and also agency services. The last one is then main motive, then main function is banking. These are the important features of banks. Then next topic, banking in India. ഇന്ത്യയിലുള്ള ബാങ്കിങ് ഫംഗ്ഷനെ കുറിച്ചും അതുപോലെ തന്നെ ദെൻ അവിടെ ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1717. അതായത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കെയിം ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1786. ഇൻ 1809 the East India Company established Bank of Bengal. Then Bank of Bombay and 1843 Bank of Madras etc. These are three banks were generally called presidency banks. ഇതിനെ പിന്നീട് പ്രസിഡൻസി ബാങ്ക്സ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. These three banks were amalgamated in 1920 and the Imperial Bank of India was established. 1900 നമ്മൾക്ക് അറിയുമ്പോൾ ഫസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ അറിയപ്പെടുന്ന ബാങ്ക് എന്ന് പറയുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. 1920 ഈ പ്രസിഡൻസി ബാങ്കുകളൊക്കെ പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. Most of the shareholders of imperial banks were Europeans. In 1865, Allahabad Bank was established
In 1894, Punjab National Bank was started with the headquarters in Lahore. Punjab National Bank was purely an Indian bank with Indian shareholders. അതായത് പഞ്ചാബ് PNB ആണ് പിന്നീട് ഇന്ത്യൻ ഷെയർ ഹോൾഡേഴ്സോടുകൂടെ തന്നെ പൂർണ്ണമായിട്ടും ബാങ്കിങ് സർവീസ് ആരംഭിച്ചിട്ടുള്ള ബാങ്ക് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ 1906 ആൻഡ് 1930 ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, മൈസൂർ വെർ സെറ്റപ്പ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1932. നിങ്ങൾക്കറിയാം RBI രൂപം കൊണ്ടിട്ടുള്ളത് 1935 1935 34 അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ നടന്നെങ്കിൽ കൂടെ 35 നിലവിൽ വന്നിരിക്കുന്നത്. Next one, during this period the growth of banks was very slow and some banks failed between 1913 and 1948. During those days the public lost faith in banks. Then the government of India took some major steps of the reforms Indian banking structure. Banking industry in India is very strong at present because of tight vigil and control by RBI and government of India. അതായത് 1913 1948 ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ പല ബാങ്കുകളുടെയും പ്രവർത്തനങ്ങൾ ഫെയിലായി പോയിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം RBIയുടെ നിർദ്ദേശപ്രകാരമൊക്കെ ഇന്ന് ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നുകൂടെ സ്ട്രെങ്തേൺ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏതൊരു രാജ്യത്തിലും മുൻപിലും പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന ഒരു ബാങ്കിങ് മേഖല തന്നെ ഇന്ത്യൻ ബാങ്കിങ് സെക്ടേഴ്സിനുണ്ട്. ബാങ്കിങ് സർവീസസിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് RBI അതാത് സമയത്ത് അതിൻ്റേതായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതുകൊണ്ട് എല്ലാ ബാങ്കിങ് സെക്ടേഴ്സിനെയും ഒരേപോലെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്ട്രെങ്തേൺ ആയിട്ടുള്ള ഒരു ബാങ്കിങ് സ്ട്രക്ചർ ഇന്ന് ഇന്ത്യക്ക് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്? ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ബാങ്കുകൾ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. അപ്പോൾ ദെൻ ബാങ്ക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ, ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദി ബേസിസ് ഓഫ് ഡൊമിസൈൽ, on the basis of organization structure, on the basis of RBI schedule. അപ്പോൾ അതായത് വിവിധ തരത്തിൽ നമുക്ക് ബാങ്കുകളെ തരംതിരിക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ഓരോ ബാങ്കുകളും ചെയ്യുന്ന കർത്തവ്യത്തെ നോക്കിക്കൊണ്ട് ആ ബാങ്കുകളെ തരംതിരിക്കുന്നതിനെയാണ് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. അതായത് ആരാണ് ഷെയർ ഹോൾഡേഴ്സ്, ഇന്ത്യൻ ഷെയർ ഹോൾഡേഴ്സ് ആണോ, ഫോറിൻ ഷെയർ ഹോൾഡേഴ്സ് ആണോ? അപ്പോൾ then അതിനെ നോക്കിക്കൊണ്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അവിടെ രണ്ടാമത് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിനെ ആസ്പദമാക്കിക്കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകൾ നിലവിലുണ്ട് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഡൊമിസൈൽ. എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കണേ? ഇന്ത്യൻ ബാങ്കാണോ ഫോറിൻ ബാങ്കാണോ എന്നൊക്കെ പറയുന്ന ഡൊമിസൈൽ വെച്ച് നമുക്ക് പറയാം. ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമുക്കതിനെയും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കിയിട്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണോ അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കാണോ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് RBI ഷെഡ്യൂൾ. RBI ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് ബാങ്കുകളെ തരംതിരിക്കാം. അപ്പോൾ നമ്മുടെ ടൈപ്സ് ഓഫ് ബാങ്ക്സിൽ ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ, on the basis of ownership, on the basis of domicile, on the basis of organization structure and on the basis of RBI schedule. The next one is on the basis of functions. Functions നോക്കി ഫസ്റ്റ് അതാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ. ദെൻ ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ ഓരോ ബാങ്കുകളും ചെയ്യുന്ന കർത്തവ്യത്തെ നോക്കിക്കൊണ്ട് ബാങ്കുകളെ തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് കമേഴ്സ്യൽ ബാങ്ക്, സെക്കൻഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, then agricultural banks, foreign exchange banks, savings banks, indigenous banks, cooperative banks, central bank and regional rural banks. These are the different types of banks on the basis of function. കണ്ട ഓരോ ബാങ്കുകളും ചെയ്യുന്ന അവരുടെ കർത്തവ്യങ്ങളെ നോക്കിക്കൊണ്ട് അവരുടെ ഡ്യൂട്ടീസിനെ നോക്കിക്കൊണ്ട് ബാങ്കുകളെ തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് കമേഴ്സ്യൽ ബാങ്ക്, സെക്കൻഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, തേർഡ് വൺ ഈസ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്, then foreign exchange banks, savings banks, indigenous banks, cooperative banks, central banks and regional rural banks. Then our first one is commercial bank.
ഫസ്റ്റ് വൺ നോക്കാം. എന്താണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പോപ്പുലറായിട്ട് അറിയുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുക, കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ then കമേഴ്ഷ്യൽ ബാങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഡെഫിനിഷൻ ഇത് തന്നെയാണ്. ബാങ്ക് ഈസ് എ കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ഫോർ ദി പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന, സമ്പാദ്യങ്ങൾ സ്വീകരിക്കുകയും അതേപോലെ തന്നെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഇസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് മേക്ക് അഡ്വാൻസസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ദെൻ അവിടെ കമേഴ്ഷ്യൽ ബാങ്കിന് നമുക്ക് കൊടുക്കാവുന്ന ഡെഫിനേഷൻ എന്താ? കമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. Commercial bank is a financial institution which accept deposit from the public and make loans and advances for the purpose of making profit. Then നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കുകളിലെ നമുക്ക് പിന്നെ പറയാനുള്ളത്, these banks specialize in financing internal trade and also carry out other banking activities like receiving deposit, advance loans. Commercial banks usually give short-term loans and advances, but recently they have started advancing medium-term and long-term loans also. The next one is a commercial bank is a profit-seeking business firm dealing in money. ഒരു പ്രോഫിറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ പ്രോഫിറ്റ് സീക്കിംഗ് ബിസിനസ് ഫേം ഡീലിംഗ് ഇൻ മണി. It acts as a vehicle through which demand deposit act as a medium of exchange and circulate among the public. It is a financial institution which accept deposit and make commercial loans and regulated by the Bank Regulatory Agency. The examples of commercial banks are State Bank of India, Canara Bank, South Indian Bank and Syndicate Bank. എന്താണ് കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രോഫിറ്റ് സീക്കിംഗ് ബിസിനസ് ഫേം ഡീലിംഗ് ഇൻ മണി. ഇറ്റ് ആക്ട് ആസ് എ വെഹിക്കിൾ through which demand deposit act as a medium of exchange and circulating among the public. അത് നമുക്ക് കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്ക് എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നൊക്കെ പണം സമാഹരിക്കുകയും അത് ആവശ്യമുള്ള ബോറോവേഴ്സിലേക്ക് അല്ലെങ്കിൽ ദെൻ അതിലേക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ലെൻഡേഴ്സിൻ്റെ പണം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടേഴ്സാണ്. അപ്പോൾ ഈ ബാങ്കിൽ എന്ത് ചെയ്യുന്നു, അവരുടെ സമ്പാദ്യങ്ങളൊക്കെ സമാഹരിക്കുകയും അത് ലെൻഡിങ് പ്രോസസ്സിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റീസ്. സോ കമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ പ്രോഫിറ്റ് സീക്കിംഗ് ബിസിനസ് ഫേം ഡീലിംഗ് ഇൻ മണി. Then it acts as a vehicle through which demand deposit act as a medium of exchange and circulating among the public. പബ്ലിക്കിൻ്റെ ഇടയിൽ അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. It is a financial institution which accepts deposit and makes commercial loans and regulated by the banking regulatory agency. Then സാധാരണ നമ്മൾ കാണുന്ന എല്ലാ ബാങ്കുകളും കമേഴ്ഷ്യൽ ബാങ്ക്, നമ്മളിപ്പോൾ കാണാറുള്ള എല്ലാ ബാങ്കുകളും എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുക സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാത്തോലിക് സിറിയൻ ബാങ്ക്. ദെൻ നമുക്കറിയാമല്ലോ നമ്മളിങ്ങനെ കാണുന്ന ഈ ബാങ്കുകളെല്ലാം തന്നെ ഏതാണ്, സിൻഡിക്കേറ്റ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്, കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ബാങ്കുകളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ചിട്ട് നമ്മൾ സിലബസിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി. ഇന്നത്തെ ക്ലാസ്സിലെ കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. നമ്മൾ സിലബസിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി. ആദ്യം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നതിൽ രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ബാങ്കിങ് പാർട്ടും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്ന മേഖലയുമാണ്. ഫസ്റ്റ് പാർട്ടിൽ ബാങ്കിങ് എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ഓഫ് ബാങ്കിങ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്, then what are the functions of commercial bank, what are the functions of industrial development banks. അങ്ങനെ ഓരോ ബാങ്കുകളുടെയും ഫംഗ്ഷൻസിനെ കുറിച്ചും ബാങ്കിങ് മേഖലകളെ കുറിച്ചും ദെൻ RBIനെ കുറിച്ചും what are the important functions of RBI, ഇതൊക്കെയാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ബില്ല്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഇതെല്ലാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് പ്രകാരമാണ്. അപ്പോൾ ഏതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളതെന്നും, എന്താണ് ഒരു പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ,
ഒരു ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ചെക്ക് എന്ന് പറയുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ചെക്ക്. ദെൻ ഒരു വാലിഡ് ചെക്ക് എന്താണ്, ദെൻ അതിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു ചെക്ക് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനൊരു പ്രാക്ടിക്കൽ സെൻസിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ് സെക്കൻഡ് മൊഡ്യൂളിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന പാർട്ട്. ദെൻ തേർഡ് മൊഡ്യൂളിലാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത് ഇ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ്, ദെൻ കോർ ബാങ്കിങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ RTGS, റിയൽ ടൈം, ദെൻ ഈ രീതിയിലൊക്കെയുള്ള ബാങ്കിങ് സർവീസസിനെ കുറിച്ച്, മൊബൈൽ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ദെൻ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ അവൈലബിൾ ആവുന്ന ബാങ്കിങ് സർവീസസ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് ഇ പേയ്മെൻറ്റ്, അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഓഫ് ഇ പേയ്മെൻറ്റ്, ഇതൊക്കെയാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, തേർഡ് മൊഡ്യൂളിലെ ഇ ബാങ്കിങ് എന്ന് പറയുന്ന പാർട്ടിലുള്ളത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി. ദെൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്ന പാർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇൻഷുറൻസിലെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, വാട്ട് ഈസ് മീൻ ബൈ ഇൻഷുറൻസ്, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അല്ലേ. ദെൻ അവിടെ ഒരു കവറേജ് ആണ് ഇൻഷുറൻസ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികളാണുള്ളത്, ഏതൊക്കെയാണ് വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഓരോ ഇൻഷുറൻസിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അസൈൻമെൻറ്റ് ലൈഫ് ഇൻഷുറൻസ്, എസ്പെഷ്യലി നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ ലൈഫ് ഇൻഷുറൻസും അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളതിൽ പഠിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്കതൊന്നും കൂടെ അത്. അപ്പോൾ ഈ ഒരു 5 മൊഡ്യൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബാങ്കിങ്. ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം വാട്ട് ആർ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം എന്താണ് ബാങ്ക്സ് എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ബാങ്കിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്, കമേഴ്ഷ്യൽ ബാങ്ക്സ്, ദെൻ അവിടെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, അഗ്രികൾച്ചറൽ ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, സേവിങ്സ് ബാങ്ക്സ്, ഇൻഡിജിനസ് ബാങ്ക്സ്, cooperative banks, central bank, regional, rural bank. These are the different types of banks on the basis of function. ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ടോപ്പിക് നമ്മൾ പഠിച്ചു ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷനെ കുറിച്ച് പറഞ്ഞു. ദെൻ അതിലെ ഫസ്റ്റ് വണ്ണാണ് കമേഴ്സ്യൽ ബാങ്ക്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ കമേഴ്സ്യൽ ബാങ്ക്സിലെ എന്തൊക്കെയാണ് കമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ കമേഴ്സ്യൽ ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ which accept deposit from the public and make advances and loans for the purpose of creating profit. ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബാങ്കിങ് സെക്ടേഴ്സാണ് കമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കമേഴ്സ്യൽ ബാങ്കുകളെ കുറിച്ച് പഠിക്കും. ദെൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് പഠിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് പഠിക്കും. അതേപോലെ തന്നെ പിന്നെ നമ്മളവിടെ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻഡിങ് മണി എന്ന് പറയുന്നതിൽ ക്യാഷ് ക്രെഡിറ്റ്, ലോൺസ്, ഓവർ ഡ്രാഫ്റ്റ്, ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്ന കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ലെൻഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നാൽ മോഡേൺ ആയിട്ട് വരുമ്പോൾ ഇതിൽ കൂടാതെ ഒരുപാട് കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് കൂടെ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ആ കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്നതിന് പുറമെ തന്നെ ബാങ്കുകൾ ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആക്ടിങ് ആസ് എ ബാങ്ക് ആക്ട് ആസ് എ agent behalf of the customer, and banks provides different types of general utility services also. ഇതുകൂടാതെ ഒരുപാട് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമേഴ്സ്യൽ ബാങ്ക് മനസ്സിലായി. കമേഴ്സ്യൽ ബാങ്കുകളിലെ ദീസ് ബാങ്ക് സ്പെഷ്യലൈസ് ഇൻ ദ ഫിനാൻസിങ് ഓഫ് ഇന്റേണൽ ട്രേഡ് ആൻഡ് ഓൾസോ ക്യാരി ഔട്ട് അതർ ഓർഡിനറി ബാങ്കിങ് ആക്ടിവിറ്റീസ് ലൈക്ക് റിസീവിംഗ് ഡെപ്പോസിറ്റ്, അഡ്വാൻസിങ് ലോൺസ്. Commercial banks usually give short-term loans and advances.
ബട്ട് റീസെൻ്റ്ലി ദേ ഹാവ് സ്റ്റാർട്ടഡ് അഡ്വാൻസിങ് മീഡിയം ടേം ആൻഡ് ലോങ് ടേം ലോൺസ്. സാധാരണ രീതിയിൽ ഷോർട്ട് ടേം ലോണുകളോ മീഡിയം ടേം ലോണുകളോ ഒക്കെയാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഈയിടെ ആയിട്ട് ലോങ് ടേം ലോൺസ് കൂടെ കമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then next one is commercial bank is a profit seeking business firm dealing in money. It acts as a vehicle through which demand deposit act as a medium of exchange and circulate among the public. Demand deposit എന്ന് പറയുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ പണം തിരിച്ചു കൊടുക്കാം എന്നുള്ള കണ്ടീഷൻ മേൽ പണം സ്വരൂപിക്കുന്നതിനെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ വെഹിക്കിൾ ത്രൂ വിച്ച് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സർക്കുലേറ്റ് among the public. It is a financial institution which accept deposit and make commercial loans. It is regulated by the bank regulatory agency. The example of commercial banks are State Bank of India, Canara Bank, South Indian Bank and Syndicate Bank. ഇതൊക്കെയാണ് മറ്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇൻഡസ്ട്രിയൽ ബാങ്കുകളെ കുറിച്ചിട്ടാണ്. ആ ഇൻഡസ്ട്രിയൽ ബാങ്കിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ഏരിയാസ് നിങ്ങൾ വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു ആൾ.